ഏത് വകുപ്പാണ് ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി അദ്ദേഹമാണ്. ആ മുഖ്യമന്ത്രി ഏത് വകുപ്പ് തന്നാലും ശരി, ആ വകുപ്പിനോട് നീതി പുലർത്തുക, അത് വളരെ ഭംഗിയായി നടത്താൻ കഴിയാവുന്ന കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അത്ഭുതങ്ങളും ഇല്ലാത്തതൊന്നുമില്ല. അത് ഏതാണെന്ന് അറിയാം, മുഖ്യമന്ത്രിയാണ് പരമാധികാരി. പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, പ്രധാനപ്പെട്ട വകുപ്പ് ഈ തുറമുഖ വകുപ്പ് അഹമ്മദ് ദേവർകോവിൽ വഹിക്കുകയും 2.5 വർഷത്തിന് ശേഷം അത് തീർച്ചയായും അടുത്ത മന്ത്രിക്ക് കൈമാറുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു മാറ്റമാണോ ഇപ്പോൾ ഉണ്ടായത്, അതോ കൂടിയാലോചനകൾ CPM നടത്തിയ ശേഷമാണോ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നത്? വാസവൻ തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായി മാറാൻ പോകുന്നത്. എന്താണ് അതിലെ കാര്യം? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വകുപ്പിൽ ഒരു മാറ്റം വരുന്നത്. തുറമുഖ വകുപ്പ് രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് തന്നെ ലഭിക്കും എന്ന വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ പിന്നീട് CPM സെക്രട്ടേറിയറ്റ് ഇന്നിപ്പോൾ ചേർന്നിരുന്നു. ഇടതുമുന്നണി തരത്തിലെല്ലാം തന്നെ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇന്ന് അതിൽ ഒരു മാറ്റം വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് CPM സെക്രട്ടേറിയറ്റ് ചേർന്ന് ഈ വകുപ്പ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് രജിസ്ട്രേഷൻ വകുപ്പ് VN വാസവന് കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഷൻ വകുപ്പ് ഈ രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കും. തുറമുഖ വകുപ്പ് നേരത്തെ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. വിഴിഞ്ഞം തുറമുഖം പോലുള്ള സുപ്രധാന സർക്കാരിൻ്റെ പ്രവൃത്തികൾ നടക്കുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ CPM ആ വകുപ്പ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആദ്യ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി 2024 മെയ് മാസത്തോടെ 1-ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന മുൻപ് തന്നെ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കി വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ ഇവിടെ എത്തുന്ന തരത്തിൽ, മദർ ഷിപ്പുകൾ ഇവിടെ എത്തുന്ന തരത്തിലേക്ക് ഒരു വികസന നേട്ടമായി വിഴിഞ്ഞത്തെ മാറ്റണം എന്നതുകൊണ്ട് ആ വകുപ്പ് CPM ഏറ്റെടുക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വകുപ്പ് മാറ്റം സംബന്ധിച്ച്, അതായത് തുറമുഖ വകുപ്പ് കിട്ടിയില്ല എന്ന കാരണത്താൽ കോൺഗ്രസ് ഒരു പ്രതിഷേധമൊന്നും രേഖപ്പെടുത്തില്ല എന്ന സൂചനകൾ തന്നെയാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി നൽകിയത്. കാരണം ഏത് വകുപ്പ് നൽകിയാലും അത് വളരെ ഭംഗിയായി നിറവേറ്റും, ആ ചുമതലകൾ നിറവേറ്റും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് രാമേന്ദ്രൻ കടന്നപ്പള്ളി കോൺഗ്രസുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാകണം CPM ഈ വകുപ്പ് ഏറ്റെടുത്ത്. ഏതായാലും അപ്രതീക്ഷിതമായാണ് ഈ വകുപ്പ്, ഈ നേരത്തെ അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. ആ വകുപ്പിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് പകരം വന്ന മന്ത്രിക്ക് അതേ വകുപ്പ് തന്നെ നൽകാതെ CPM ആ വകുപ്പ് ഏറ്റെടുക്കുന്നു. ഔദ്യോഗികമായ തീരുമാനം, ഉത്തരവ് ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുകയാണ്. KB ഗണേഷ് കുമാറിന്റെ ഗതാഗത വകുപ്പ് തന്നെയാണ്, അതിൽ മാറ്റമില്ല. ആന്റണി രാജു നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ്. 2001 മന്ത്രിയായിരുന്ന കാലത്ത് KB ഗണേഷ് കുമാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തന്നെയാണ് ഗതാഗത വകുപ്പ്. ഗതാഗത വകുപ്പിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പരിഷ്കാരങ്ങൾ, പദ്ധതികളാണ് അദ്ദേഹം അല്പം മുൻപ് പങ്കുവച്ചത്. പരമാവധി വരുമാന ചോർച്ച അടയ്ക്കുക എന്നത് തന്നെയാണ് തന്റെ ലക്ഷ്യം. ഒറ്റയ്ക്ക് സ്വയം പര്യാപ്തമായി KSRTCയെ നിലനിർത്താൻ കഴിയുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകും എന്നത് അദ്ദേഹവും വ്യക്തമാക്കുന്നു. ഏതായാലും ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗം ഇനി 3-ാം തീയതി, അതായത് നവകേരള സദസ്സിന്റെ ബാക്കി 2 ഇടത്ത് എറണാകുളം ജില്ലയിൽ 2 ദിവസത്തെ സത്യപ്രതിജ്ഞയുടെ ആകത്തുക എന്ന് പറയുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാർ പോകുന്നു. പക്ഷേ ഇപ്പോഴും വെളിവാകുന്നത് രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ദൂരം അത് കൂടുകയാണ്. അത് അകൽച്ചയുടെ ആ ദൂരം വർദ്ധിക്കുന്നുണ്ട്. ഒരു തരത്തിലും മഞ്ഞുരുകില്ല എന്ന നിലപാട് തന്നെയാണ് രണ്ട് ഗവർണറും പിണറായിയും ഇന്നത്തെ ശരീരഭാഷയിലൂടെയും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ വരാൻ പോകുന്നു. നയപ്രഖ്യാപനം എന്നൊരു കടമ്പ, അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി ഉള്ള സമയത്ത് തന്നെ നടക്കാൻ പോകുന്നു. അപ്പോൾ സർക്കാരുമായി ഇനിയും ഒരുപാട് ഘട്ടങ്ങളിലൊക്കെ മുഖാമുഖം വരേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പെരുമാറ്റത്തെ നമുക്ക് എങ്ങനെ കൂടി വ്യാഖ്യാനിക്കേണ്ടി വരും? പ്രതീഷ്, സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരിക്കുന്നു. അത് വലിയ അകൽച്ചയിലേക്ക് പോയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിന് കാരണം ഗവർണർ സർക്കാർ പോരെ, മുഖ്യമന്ത്രി ഗവർണർ പോരെ നേരിട്ടുള്ള വാഗ്വാദങ്ങളിലേക്ക് എത്തിയിരുന്നു. അതുമാത്രമല്ല, ഗവർണറെ ഈ CP രാഷ്ട്രീയമായി തന്നെ നേരിടുന്നു. SFI കരിങ്കൊടി കാണിക്കുന്നു, പ്രതിഷേധങ്ങൾ നടക്കുന്നു. മറുവശത്ത് ഈ ഗവർണർ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റാത്തത് കൊണ്ട് തന്നെ ഗവർണറെ തിരുത്തണം എന്ന് രാഷ്ട്രപതിക്ക്
തന്നെ പരാതികൾ സർക്കാർ കത്തയച്ചിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളുള്ളപ്പോൾ ഈ ബന്ധം ഇങ്ങനെ ആകിയതിൽ അല്ലെങ്കിൽ ഇത്തരം ശരീരഭാഷ രാജ്ഭവനിൽ കണ്ടതിൽ ഒരു അത്ഭുതം വേണ്ട. മറിച്ച് മഞ്ഞുരുകാനുള്ള ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ സമീപനങ്ങളും ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്.